എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളെയും നമ്മൾ 2-3 ദിവസമായിട്ട് വീഡിയോകൾ മാണിപ്പറമ്പിലച്ചൻ്റെയും എല്ലാവരുടെയും വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഭാ ആസ്ഥാനത്ത് അരമനയിൽ അരങ്ങേറിയ ഒരു എന്താ പറയുന്നത്, ഇന്നലത്തെ ഒരു പ്രതിഷേധ സമരം ഉണ്ടായിരുന്നു. അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കണ്ടു കാണും. എല്ലാ ചാനലിലും ഇതിലൊക്കെ വീഡിയോ വരുന്നുണ്ട്. അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഒരു ഈ എക്സോസിസ്റ്റ് അതല്ലെങ്കിൽ ഈ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛൻ പുറത്തുനിന്ന് വന്നാണ് കുറച്ച് ദിവസം അവിടെ താമസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ കാണുകയും വർത്തമാനം പറയുകയും ഞങ്ങളെല്ലാവരും കൂടി അവിടെ വർത്തമാനം പറയുകയും ചെയ്തതാണ്. അന്ന് അച്ഛൻ പറഞ്ഞതാണ്, ഇവിടെ പിശാച് ബാധിതയായിട്ട് നടക്കുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ബന്ധനങ്ങളുണ്ട്. ഈ ബന്ധനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഈ അതിരൂപതയിലെല്ലാം നടക്കാത്തത് എന്നൊക്കെ. അപ്പോൾ അതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള ഫോട്ടോസും വീഡിയോസുമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതായത് കുരിശ് വെച്ചിരിക്കുന്നത് അൾമാരിയിൽ താഴെ സെക്കൻഡ് സ്റ്റെപ്പിൽ, ഫസ്റ്റ് താഴെ ഏറ്റവും താഴെ വേറെ ഏതാണ്ട് വെക്കുക. അതിൻ്റെ മുകളിലാണ് പണം പേർത്തിയിരിക്കുന്ന ഒരു സർപ്പം. അപ്പോൾ ഈ സർപ്പം പൂജയാണ് അവിടെ നടക്കുന്നത്. ഈ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സംഗതി ഈ പരിശുദ്ധ രൂപം വയ്ക്കുന്നിടത്തോ അല്ലെങ്കിൽ അങ്ങനെ വല്ലവരും ചെയ്തിട്ടുണ്ടോ? നമ്മളോടത് പറഞ്ഞ് നമ്മളത് മാറ്റിപ്പിക്കുകയും നമ്മളെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന അച്ഛന്മാരെന്നല്ല പിതാക്കന്മാർ അരങ്ങേറുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ പിതാക്കന്മാർ അവിടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ കാലം സർപ്പം ഇങ്ങനെ നിൽക്കുന്ന സർപ്പത്തിൻ്റെ ഒരു ഇതും വെച്ചുകൊണ്ട് അതിനെയും വെച്ചുകൊണ്ട് ഈ കുരിശിൻ്റെ രൂപത്തിൻ്റെ കൂടെയും ഇതിലൂടെ. അപ്പോൾ എന്താ അവിടെ നടക്കുന്നത്? ഒന്നാം പ്രമാണ ലംഘനം. രണ്ടാമത്തേത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിഗ്രഹാരാധന. ഇത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ നമ്മുടെ സഭ കടന്നുകൊണ്ട് കാണിക്കുന്നത്? പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പൈസയുടെ വിഗ്രഹാരാധന, പൈസ ഇതിന് വേണ്ടിയിട്ട് മാത്രം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ആദി പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആദമോവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചതാണ് സർപ്പം. ഈ സർപ്പത്തിനെയാണ് അവിടെ ഇപ്പോൾ വാഴിച്ച് ഇങ്ങനെ നിൽക്കണ ഒരു സീനിൽ വെച്ചേക്കുന്നത്. എന്തോ ഒരു വിരോധാഭാസമാണ് ഇത്. കണ്ടിട്ടൊന്നും ആൾക്കാർക്കൊന്നും മനസ്സിലാവണില്ല. ഈ പിതാക്കന്മാർക്ക് അറിയാൻ പാടില്ലേ? അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ബോധ്യമില്ലേ? ഇതെന്താ നടക്കുന്നത് അവിടെ? അപ്പോൾ ഈ പൂജയും ഇതിൻ്റെ പരിപാടി അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാലത്തും ഇത് അത്ര പെട്ടെന്ന് ശാശ്വതമായിന്ന് വരില്ല. ഇപ്പോൾ ഇന്ന് കാലത്ത് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നടക്കണം. അപ്പോൾ ഇന്നുണ്ടായ സംഭവം എന്താ വെച്ചാൽ 3 പള്ളിയിലേക്ക് ഓർഡർ വിട്ടേക്കാണ്. അവിടെ ജനാബ് കുർബാന എത്തിച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് എടുത്തോന്ന്. എന്തെന്ന് ഈ പറയണത്? എന്തായി കാണിക്കണത്? എന്തോ ഒരു ബോധം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്നും മനുഷ്യർ മനസ്സിലാക്കി എടുക്കണം. അതിനു വേണ്ടി മാത്രം ചെയ്താണ്. നിങ്ങൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്, അതൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. ആ വീഡിയോയിൽ ഇങ്ങനെ സർപ്പം ഇങ്ങനെ നിൽക്കണത് കണ്ടാൽ നമുക്ക് രാത്രി പേടിയാവില്ല, കിടന്നിറങ്ങുമ്പോൾ പേടിയാവില്ല ഈ സർപ്പത്തിനെ കണ്ടിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ സർപ്പപൂജയാണ് അവിടെ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്. അതാണോ അവിടെ ചെയ്യേണ്ടത്? ഇതൊന്നും എടുത്ത് മാറ്റാനോ നോക്കാനോ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വിമതന്മാർ വന്നിട്ട് ആലഞ്ചേരി പിതാവിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റണമെന്ന്. എന്ത് കാര്യമാണ് ഈ പറഞ്ഞത്? സർപ്പത്തിനെ അവിടെ വെച്ചിട്ട് ആലഞ്ചേരി പിതാവിൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. ഇതൊക്കെയാണ് അവിടെ പറയണത്. എന്തൊക്കെ കാര്യങ്ങൾ നടക്കണേ? ഇതൊന്നും മാന്യമായിട്ട് അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു കാര്യങ്ങൾ ഇവർക്ക് അറിഞ്ഞുകൂടെ? ഇതൊന്നും നോക്കി കണ്ടും ചെയ്യണ്ടേ?